വയനാട് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. രക്ഷാദൗത്യത്തിൽ പങ്കാളികളായവർക്കും ബൈഡൻ അഭിനന്ദനം അറിയിച്ചു. ഈ വിഷമഘട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പം അമേരിക്ക ഉണ്ടാകും. അതിസങ്കീർണമായ രക്ഷാദൗത്യവുമായി മുന്നോട്ടു പോകുന്ന ഇന്ത്യൻ സർവീസ് സംഘങ്ങളുടെ ധീരതയെ അഭിനന്ദിക്കുന്നെന്നും വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 289 പേരാണ് ഉരുൾപൊട്ടലിൽ മരിച്ചത്. 27 പേർ കുട്ടികളാണ്. 200-ലധികം പേർ ഇപ്പോഴും കാണാമറയത്താണ്. 100-ലധികം മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പേർ ഉണ്ടെന്ന് കരുതുന്ന 15 സ്പോട്ടുകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. വീടുകൾ ഉൾപ്പെടെ 348 കെട്ടിടങ്ങളെ ഉരുൾപൊട്ടൽ ബാധിച്ചതായാണ് വിവരം. അതിനിടെ സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലം തുറന്നത് രക്ഷാപ്രവർത്തനത്തിന് സഹായകരമായിട്ടുണ്ട്. കൂടുതൽ വലിയ വാഹനങ്ങളും ഹിറ്റാച്ചുകളും അടക്കമുള്ള ഉപകരണങ്ങൾ എത്തിച്ച് തിരച്ചിൽ ഊർജിതമാക്കും. ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കും. സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം 40 മണിക്കൂർ കൊണ്ടാണ് പാലം നിർമ്മാണം പൂർത്തിയാക്കിയത്. 190 അടി നീളത്തിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലം പൂർത്തിയായതോടെ മുണ്ടക്കയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഭാരമേറിയ യന്ത്രസാമഗ്രികൾ എത്തിക്കാനാകും. 10 അടി വലിപ്പമുള്ള ഗാർഡറുകൾ ഉപയോഗിച്ചിട്ടാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഇനി മുണ്ടക്കൈ ചൂരൽമയി ഭാഗങ്ങളിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും ജീവനോടെയില്ലെന്ന നിഗമനത്തിലാണ് തിരച്ചിൽ തുടരുന്നത്. ഇനി ആരെയും ജീവനോടെ കണ്ടെത്താനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. ഇന്ന് 40 ടീമുകൾ 6 തിരിഞ്ഞ് 6 മേഖലകളിൽ തിരച്ചിൽ നടത്തും. അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈ 2ാമത്തെ സോണും പുഞ്ചിരിമട്ടം 3ാമത്തെ സോണുമാണ്. വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തേതും GVHSS വെള്ളാർമല 5ാമത്തെ സോണുമാണ്. പുഴയുടെ അടിവാരമാണ് 6ാമത്തെ സോൺ. സൈന്യം, NDRF, CSG, കോസ്റ്റ് ഗാർഡ്, നേവി തുടങ്ങിയ വിഭാഗങ്ങൾ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുക. ഓരോ ടീമിലും 3 നാട്ടുകാരും 1 വനം വകുപ്പ് ജീവനക്കാരനും ഉണ്ടാകും. ഇതുകൂടാതെ ചാലിയാർ പുഴയുടെ 40 കിലോമീറ്റർ പരിധിയിലെ പോലീസ് സ്റ്റേഷൻ അതിർത്തികളിലും തിരച്ചിൽ തുടരും. മുണ്ടക്കൈ ദുരന്തത്തിൽ ഇതുവരെ 291 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ചാലിയാർ പുഴയൊഴുകുന്ന 8 പോലീസ് സ്റ്റേഷന്റെ പരിധികളിൽ പോലീസും നീന്തൽ വിദഗ്ധമായ നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തും. ഇപ്പോൾ നാട്ടുകാരെയും സന്നദ്ധ പ്രവർത്തകരെയും കൂടാതെ 1809 പേരാണ് തിരച്ചിലിൽ ഉള്ളത്. 90 NDRF അംഗങ്ങൾ, കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ 120 അംഗങ്ങൾ, പ്രതിരോധ സുരക്ഷാ സേനയിലെ 180 പേർ, നാവികസേനയിലെ 68 അംഗങ്ങൾ, അഗ്നിരക്ഷാസേനയിലെ 360 പേർ, കേരള പോലീസിലെ 866 അംഗങ്ങൾ, ടെറിട്ടോറിയൽ ആർമിയിലെ 40 അംഗങ്ങൾ എന്നിവർ ദൗത്യസംഘത്തിൽ ഉൾപ്പെടുന്നു.